ഹലോ ഫ്രണ്ട്സ്, HST എക്സാം കാത്തിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ടെസ്റ്റസ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. The testes, also known as the male gonads, are male reproductive organs located in the scrotal sacs and basically responsible for spermatogenesis. ടെസ്റ്റസ് എന്ന് പറയുന്നത് മെയിൽ ഗൊനാഡ്സ് ആണ്. മെയിൽ റെപ്രൊഡക്റ്റീവ് ഓർഗനാണ്. കാണപ്പെടുന്നത് സ്ക്രോട്ടൽ സാക്സിലാണ്. മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് സ്പെർമറ്റോജെനസിസ് ആണ്. ഹൗവർ, വേരിയസ് സ്റ്റഡീസ് ഹാവ് ഷോൺ ദാറ്റ് ഇൻ അഡീഷൻ ടു ദ സ്പെർമറ്റോജനിക് ഫങ്ഷൻസ് ദ ടെസ്റ്റിസ് ഓൾസോ സെക്രീറ്റ് സ്റ്റിറോയിഡ് ആൻഡ് പ്രോട്ടീൻ ഹോർമോൺസ്. A role known as the endocrine functions of the testis. മെയിനായിട്ടും സ്പെർമറ്റോജനസിസ് കൂടാതെ തന്നെ ടെസ്റ്റിസിന് എൻഡോക്രൈൻ ഹോർമോൺസിനെ സെക്രേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. സ്റ്റിറോയിഡ് ആയിട്ടുള്ളതും പ്രോട്ടീൻസ് ആയിട്ടുള്ള ഹോർമോൺസും സെക്രേറ്റ് ചെയ്യുന്നുണ്ട്. The testis produces androgens such as testosterone, dihydrotestosterone and estrogen, which are the most typical steroids, and also releases protein called inhibins, activins and anti-Mullerian hormone or Mullerian inhibiting substances. Collectively, these hormones maintain the health of the testis and ensure its proper functioning regarding sperm production and delivery. അതായത് ടെസ്റ്റിസിൽ നിന്നും സ്റ്റിറോയിഡ് ആയിട്ടുള്ള ഹോർമോൺസും പ്രോട്ടീൻ ആയിട്ടുള്ള ഹോർമോൺസും റിലീസ് ചെയ്യുന്നുണ്ട്. ടെസ്റ്റിസിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻഡ്രോജൻസ് ആയിട്ടുള്ള മെയിൻ സ്റ്റിറോയിഡ് ഹോർമോൺസ് ആണ് ടെസ്റ്റോസ്റ്റിറോൺ, ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ ആൻഡ് ഈസ്ട്രജൻ. ടിപ്പിക്കലായിട്ടുള്ള സ്റ്റിറോയിഡ്സ് ആണത്. അതുപോലെ തന്നെ പ്രോട്ടീൻ ഹോർമോൺസും റിലീസ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അത് ഏതെല്ലാമാണ്? ഇൻഹിബിൻസ്, ആക്ടിവിൻസ് ആൻഡ് ആൻറ്റി മുള്ളേരിയൻ ഹോർമോൺ ഓർ മുള്ളേരിയൻ ഇൻഹിബിറ്റിംഗ് സബ്സ്റ്റൻസസ്. ഈ ഹോർമോൺസിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പേമിൻ്റെ പ്രൊഡക്ഷനിൽ ഇൻവോൾവ് ചെയ്യുക, അതിൻ്റെ ഡെലിവറിയിലും ഇൻവോൾവ് ചെയ്യുക, കൂടാതെ തന്നെ ടെസ്റ്റിസിൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് ടെസ്റ്റിസിൻ്റെ സ്ട്രക്ചർ നോക്കാം. ദ സ്ട്രക്ചർ ഓഫ് ടെസ്റ്റിസ്. The testes are the primary male reproductive organ responsible for spermatogenesis, means sperm production, and the synthesis and secretion of the male sex hormone, that is testosterone. Unlike most other major organs, they are not protected in a body cavity but reside in a specialized pouch of skin called the scrotum. This external location is essential because optimal spermatogenesis relies on maintaining the testis temperature at 32 to 35 degrees Celsius. This is 2 to 5 degrees Celsius cooler than the typical core body temperature of 37 degrees Celsius. The testis is oval shaped and in adult males is typically 4.5 to 5.1 cm long and weight 15 to 19 gram. The inner structural components are protected by an outer collagen-rich capsule called the tunica albuginea. Internally, each testis is divided by septa into lobules containing tightly folded seminiferous tubules. These are the site of spermatogenesis. സാധാരണ ഓർഗൻസിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് തന്നെ ടെസ്റ്റിസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു സ്കിൻ പൗച്ചിൻ്റെ ഉള്ളിലാണ്. അതിന് പറയുന്ന പേരാണ് സ്ക്രോട്ടം. സാധാരണ ബോഡി ടെമ്പറേച്ചറിൽ നിന്നും 2 to 5 ഡിഗ്രീസ് സെൽഷ്യസ് കുറഞ്ഞ അളവിലാണ് ടെസ്റ്റിസിൻ്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ സ്പെർമറ്റോജെനസിസ് ശരിയായ രീതിയിൽ നടക്കുന്നതിന് വേണ്ടിയാണ്. ടെസ്റ്റിസ് സ്ക്രോട്ടൽ സാക്കിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ടെമ്പറേച്ചർ 2 to 5 ഡിഗ്രീസ് സെൽഷ്യസ് ബോഡി ടെമ്പറേച്ചറിൽ നിന്നും കുറവായിരിക്കും. ടെസ്റ്റിസ് ഓവൽ ഷേപ്ഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്.
അതിൻ്റെ ഇന്നർ സ്ട്രക്ചറൽ കമ്പോണൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഔട്ടറായിട്ട് ഒരു കൊളാജൻ റിച്ച് ക്യാപ്സ്യൂൾ കാണപ്പെടുന്നുണ്ട്. അതിന് പറയുന്ന പേരാണ് ടൂണിക്ക ആൽബുജീനിയ. ടൂണിക്ക ആൽബുജീനിയ. ടെസ്റ്റിസിൻ്റെ ഇൻറ്റേർണൽ പോർഷൻ ടൈറ്റ്ലി ഫോൾഡഡ് ആയിട്ടുള്ള സെമിനിഫറസ് ട്യൂബ്യൂൾസിനാൽ നിർമ്മിതമാണ്. അതുകൊണ്ട് തന്നെ ആ റീജിയനിലാണ് സ്പെർമറ്റോജനസിസ് നടക്കുന്നത്. സ്പെർമറ്റോജനസിസ് നടക്കുന്നത് എവിടെയാണ്? സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ. നിങ്ങൾ ഈ ചിത്രം ഒന്ന് ശ്രദ്ധിക്കുക. 3 മെയിൻ സെൽ ടൈപ്സ് ആർ അസോസിയേറ്റഡ് വിത്ത് ദ സെമിനിഫറസ് ട്യൂബ്യൂൾസ്. ഫസ്റ്റ് വൺ സ്പെർമറ്റോഗോണിയ, സെക്കൻഡ് വൺ സെർട്ടോളി സെൽസ്, തേർഡ് വൺ ലേഡിഡ് സെൽസ്. സ്പെർമറ്റോഗോണിയ, സെർട്ടോളി സെൽസ്, ലേഡിഡ് സെൽസ്. ഫസ്റ്റ് വൺ സ്പെർമറ്റോഗോണിയ. Actively dividing germinal cells of the testis, spermatogonia give rise to spermatozoa that are primarily located around the inner peripheries of the seminiferous tubules. Spermatogonia initially proliferate by normal cell division, that is mitosis, before undergoing a special type of cell division called meiosis, which halves the number of chromosomes from the diploid number of 46 to the haploid number of 23. As with ova in the ovaries, the production of haploid gametes is essential to restore the diploid number of chromosome when haploid spermatozoon fuses with haploid ovum during fertilization. സ്പെർമറ്റോഗോണിയയിൽ നിന്നുമാണ് സ്പെർമറ്റോസോവ ഫോം ചെയ്യുന്നത്. അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ഇന്നർ പെരിഫറീസിന് ചുറ്റുമായിട്ടായിരിക്കും. സ്പെർമറ്റോഗോണിയ ഇനീഷ്യലി പ്രൊളിഫറേറ്റ് ചെയ്യുന്നത് മൈറ്റോസിസ് വഴിയാണ്. മിയോസിസിന് മുൻപ് മൈറ്റോസിസ് വഴിയാണ് പ്രൊളിഫറേറ്റ് ചെയ്യുന്നത്. സ്പെർമറ്റോസോവയുടെ ക്രോമോസോം നമ്പർ എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആയിരിക്കും. ഹാപ്ലോയിഡ് ഗ്യാമറ്റാണ് ഫോം ചെയ്യുന്നത്. അടുത്തത് സെർട്ടോളി സെൽസ്. സെർട്ടോളി സെൽസ്. സെർട്ടോളി സെൽസ് ഓൾസോ കോൾഡ് നഴ്സ് സെൽസ്. നഴ്സ് സെൽസ്. These large cells extend from the inner periphery into the lumen of the seminiferous tubules. These cells are vital to the growth, maturation and differentiation of spermatozoa, releasing a range of nutrients and growth factors necessary for normal sperm production. സെർട്ടോളി സെൽസിന് പറയുന്ന മറ്റൊരു പേരാണ് നഴ്സ് സെൽസ്. നഴ്സ് സെൽസ്. ഇത് കുറച്ചുകൂടെ വലിയ സെല്ലുകളാണ്. അത് എക്സ്റ്റെൻഡ് ചെയ്ത് കാണപ്പെടുന്നത് സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ഇന്നർ പെരിഫറി റീജിയനിൽ നിന്നും ലൂമനിലേക്ക് ആണ് അത് എക്സ്റ്റെൻഡ് ചെയ്ത് കാണപ്പെടുന്നത്. സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ഇന്നർ പെരിഫറിയിൽ നിന്നും ലൂമനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കാണപ്പെടുന്നു. ഈ സെല്ലുകളുടെ വൈറ്റൽ റോൾ എന്ന് പറയുന്നത് ഗ്രോത്ത്, മച്ചുറേഷൻ ആൻഡ് ഡിഫറൻസിയേഷൻ ഓഫ് സ്പെർമറ്റോസോവ. സ്പെർമറ്റോസോവയുടെ ഗ്രോത്തിനും മച്ചുറേഷനും ഡിഫറൻസിയേഷനും വേണ്ടിയാണ് ഈ സെല്ലുകൾ മെയിനായിട്ട് ഫങ്ഷൻ ചെയ്യുന്നത്. കൂടാതെ തന്നെ ന്യൂട്രിയൻസിൻ്റെ റിലീസിന് വേണ്ടിയും ഗ്രോത്ത് ഫാക്ടേഴ്സിൻ്റെ റിലീസിന് വേണ്ടിയും നഴ്സ് സെൽസ് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അതെന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ സ്പേമിൻ്റെ പ്രൊഡക്ഷൻ, നോർമൽ സ്പേമിൻ്റെ പ്രൊഡക്ഷന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസും ഗ്രോത്ത് ഫാക്ടേഴ്സൊക്കെ റിലീസ് ചെയ്യുന്നതിന് വേണ്ടി സെർട്ടോളി സെൽസ് ഫങ്ഷൻ ചെയ്യുന്നു. അടുത്തത് ലേഡിഡ് സെൽസ്. ലേഡിഡ് സെൽസ് ഓൾസോ നോൺ ആസ് interstitial cells. Interstitial cells. These are associated with the outer periphery of the seminiferous tubules. Typically spindle shaped, they form the major endocrine cell population of the testis. They take up cholesterol and use it to synthesize testosterone, the primary male sex hormone. Testosterone is an anabolic steroid largely responsible for the male secondary sexual characteristics that become apparent during puberty, including increased muscle mass, increased growth of body and facial hair, expansion of the larynx, voice breaking and deepening, and increased libido. Testosterone has multiple effects on physiology.
ലേഡഡ് സെൽസ് മറ്റൊരു പേരാണ് ഇൻഡസ്ട്രീഷ്യൽ സെൽസ്. ഈ സെല്ലുകൾ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ഔട്ടർ പെരിഫറിയുമായിട്ടാണ്. ലേഡഡ് സെൽസ് അസോസിയേറ്റഡ് വിത്ത് ദ ഔട്ടർ പെരിഫറി ഓഫ് ദ സെമിനിഫറസ് ട്യൂബ്യൂൾ. അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഡയമണ്ട് ഷേപ്ഡ് ആയിരിക്കും. ദേ ഫോം ദ മേജർ എൻഡോക്രൈൻ സെൽ പോപ്പുലേഷൻ ഓഫ് ദ ടെസ്റ്റിസിലെ എൻഡോക്രൈൻ സെൽ പോപ്പുലേഷനിൽ മേജറായിട്ട് കാണപ്പെടുന്ന സെല്ലുകളാണ് ലേഡഡ് സെല്ലുകൾ. ദേ ടേക്ക് അപ്പ് കൊളസ്ട്രോൾ ആൻഡ് യൂസ് ഇറ്റ് ടു സിന്തസൈസ് ടെസ്റ്റോസ്റ്റിറോൺ. കൊളസ്ട്രോളിനെ ഉപയോഗിച്ചുകൊണ്ട് ടെസ്റ്റോസ്റ്റിറോണിൻ്റെ സിന്തസൈസ് നടക്കുന്നത് ലേഡഡ് സെല്ലിൽ വെച്ചിട്ടാണ്. അപ്പം പ്രൈമറി മെയിൽ സെക്സ് ഹോർമോൺ എന്ന് പറയുന്നതാണ് ടെസ്റ്റോസ്റ്റിറോൺ. ടെസ്റ്റോസ്റ്റിറോൺ ഒരു അനാബോളിക് സ്റ്റിറോയിഡ് ആണ്. അത് റെസ്പോൺസിബിൾ ഫോർ ദ മെയിൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക് ദാറ്റ് ബിക്കം അപ്പാരൻറ്റ് ഡ്യൂറിങ് പ്യൂബേർട്ടി ആ ഒരു ടൈമിൽ ആണ് കൂടുതലായിട്ടും മെയിൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് അപ്പിയർ ചെയ്ത് തുടങ്ങുന്നത്. എക്സാമ്പിൾ increased muscle mass, increased growth of body, facial hairs, expansion of larynx, etc. ഇനി നമുക്ക് ടെസ്റ്റിസിൽ നിന്നും റിലീസ് ചെയ്യുന്ന റിപ്രൊഡക്റ്റീവ് ഹോർമോൺസ് ആയിട്ടുള്ള ആൻഡ്രോജൻസിനെ കുറിച്ച് നോക്കാം. Androgens are required for the development and maintenance of specific reproductive tissues in men, such as the testes, prostate, epididymis, seminal vesicles, and penis, as well as other male characteristics such as increased muscle strength, hair growth, and so on. To maintain a sufficient androgen concentration, androgen development rate must be balanced against excretion rates and metabolic clearance. The action of androgens are influenced by the steroid concentration that can penetrate target cells, the degree of metabolic conversion within the cells, interactions with receptor proteins, and finally the action of androgen receptors at the genomic level. These hormones regulate the development of the male reproductive system as well as the development of masculine physical characteristics. അതായത് മെയിൽ സ്പെസിഫിക് റിപ്രൊഡക്റ്റീവ് ടിഷ്യൂസ് ആയിട്ടുള്ള ടെസ്റ്റിസ്, പ്രോസ്റ്റേറ്റ്, എപ്പിഡൈഡമിസ്, സെമിനൽ വെസിക്കിൾസ്, പെനിസ് പോലെയുള്ള ടിഷ്യൂസിൻ്റെയൊക്കെ മെയിൻ്റനൻസും അതുപോലെ തന്നെ അതിൻ്റെ ഡെവലപ്മെൻറ്റിനുമൊക്കെ ആൻഡ്രോജൻസ് അത്യാവശ്യമാണ്. കൂടാതെ തന്നെ മെയിൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയും ആൻഡ്രോജൻസ് അത്യാവശ്യമാണ്. ആൻഡ്രോജൻ്റെ കോൺസെൻട്രേഷൻ മെയിലിൻ്റെ ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു. ആക്ഷൻസ് ഓഫ് ആൻഡ്രോജൻ എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന സ്റ്റിറോയിഡിൻ്റെ കോൺസെൻട്രേഷൻ അനുസരിച്ചാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ടാർഗറ്റ് സെല്ലിലേക്ക് എൻറ്റർ ചെയ്യുന്നതും ടാർഗറ്റ് സെല്ലിൽ അതിനുണ്ടാകുന്ന മെറ്റബോളിക് കൺവേർഷനും ലാസ്റ്റ് നമുക്കറിയാം സ്റ്റിറോയിഡ് ഹോർമോൺസ് ഡയറക്റ്റ് ഏത് റെസപ്റ്റേഴ്സുമായിട്ടായിരിക്കും ബൈൻഡ് ചെയ്യുക, ജീനോം ലെവലിലുള്ള റെസപ്റ്റേഴ്സുമായിട്ട് അല്ലെങ്കിൽ ഇൻട്രാ സെല്ലുലാർ റെസപ്റ്റേഴ്സുമായിട്ടായിരിക്കും ബൈൻഡ് ചെയ്യുക. ഇതിൻ്റെ എല്ലാം ബേസിസിലാണ് ആൻഡ്രോജൻസിൻ്റെ ആക്ഷൻസ് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത്. കൂടാതെ തന്നെ ഈ ഹോർമോൺസ് മെയിലിൻ്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഡെവലപ്മെൻറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നു. മസ്കുലൈൻ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അടുത്തത് മെയിൻ ആൻഡ്രോജൻ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോൺ. The hormone helps in the differentiation of epididymis, vas deferens, and seminal vesicles. It is also responsible for the pubertal growth spurt and the cessation of the pubertal growth spurt. It ensures libido, spermatogenesis in Sertoli cells, deepening of the voice in males, increased muscle mass and growth of the penis and seminal vesicles, and negative feedback control of the anterior pituitary. In order to carry out its role in spermatogenesis, testosterone is said to mediate maintenance of the blood-testis barrier. ടെസ്റ്റോസ്റ്റിറോൺ ആൻഡ്രോജൻസിലെ പ്രധാനപ്പെട്ട ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ. സെമിനൽ വെസിക്കിളിൻ്റെയും വാസ് ഡിഫറൻസിൻ്റെയും എപ്പിഡൈഡമിസിൻ്റെയും ഒക്കെ ഡിഫറൻസിയേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ. കൂടാതെ തന്നെ പ്യൂബേർട്ടൽ ഗ്രോത്ത് സ്പർട്ടിനെ ഹെൽപ്പ് ചെയ്യുന്നു.
എപ്പിഫൈസിസ് ക്ലോഷർ എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷനിൽ പിബേഡൽ ഗ്രോത്ത് സ്പർട്ടിൻ്റെ സീസേഷനും ടെസ്റ്റോസ്റ്റിറോൺ കാരണമാകുന്നു. കൂടാതെ തന്നെ ലിബിഡോ എൻഷുർ ചെയ്യുന്നു. സ്പെർമറ്റോജനസിസ് സെർട്ടോളി സെൽസിൻ്റെ ഹെൽപ്പോട് കൂടി സ്പെർമറ്റോജനസിസിനെ എൻഹാൻസ് ചെയ്യുന്നു. ഡീപ്പനിങ് ഓഫ് ദ വോയിസ് ഇൻ മെയിൽ, ഇൻക്രീസ്ഡ് മസ്കുലാർ മാസ് ആൻഡ് ഗ്രോത്ത് ഓഫ് ദ പെനിസ് ആൻഡ് സെമിനൽ വെസിക്കിൾസ്, ഈ എല്ലാ ഫീച്ചേഴ്സിനെയും എൻഹാൻസ് ചെയ്യുന്നു. നെഗറ്റീവ് ഫീഡ്ബാക്ക് കൺട്രോൾ ഓഫ് ദ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി, ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിനെ നെഗറ്റീവ്ലി കൺട്രോൾ ചെയ്യുന്നു. ഇൻ ഓർഡർ ടു ക്യാരി ഔട്ട് ഇറ്റ്സ് റോൾ ഇൻ സ്പെർമറ്റോജനസിസ്, testosterone is said to mediate maintenance of the blood testis barrier. അപ്പോൾ സ്പെർമറ്റോജനസിസ് ക്യാരി ഔട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺ ബ്ലഡ് ടെസ്റ്റിസ് ബാരിയറിൻ്റെ മെയിൻ്റനൻസിനെ മീഡിയേറ്റ് ചെയ്യുന്നു. അടുത്തത് ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ. This metabolite of testosterone is considered the most active form of testosterone and help in the differentiation of the penis, scrotum and prostate, including growth of the prostate, male hair pattern and baldness, as well as sebaceous gland activity. It is believed that the mechanism of action of dihydrotestosterone are the same as those of testosterone, since it is the active form of testosterone. ഡൈഹൈഡ്രോടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞാൽ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ മോസ്റ്റ് ആക്റ്റീവ് ഫോമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കൂടാതെ തന്നെ പ്രോസ്റ്റേറ്റിൻ്റെയും സ്ക്രോട്ടം, പെനിസ് പോലെയുള്ള ടിഷ്യൂസിൻ്റെയൊക്കെ ഡിഫറൻസിയേഷനെ ഹെൽപ്പ് ചെയ്യുന്നത് ഡൈഹൈഡ്രോടെസ്റ്റോസ്റ്റിറോൺ ആണ്. കൂടാതെ തന്നെ മെയിൽ ഹെയർ പാറ്റേൺ, അതുപോലെ തന്നെ ബാൽനെസ്, സെബേഷ്യസ് ഗ്ലാൻഡിൻ്റെ ആക്ടിവിറ്റി, ഇതിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഡൈഹൈഡ്രോടെസ്റ്റോസ്റ്റിറോൺ ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് ദ മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ഡൈഹൈഡ്രോടെസ്റ്റോസ്റ്റിറോൺ ആർ ദ സെയിം ആസ് ദോസ് ഓഫ് ടെസ്റ്റോസ്റ്റിറോൺ. ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ആക്ടിവിറ്റി പോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ദ ആക്റ്റീവ് ഫോം ഓഫ് ടെസ്റ്റോസ്റ്റിറോൺ. അടുത്തത് ഈസ്ട്രജൻ. Testicular estrogen is formed from the testosterone in Sertoli cells, and it is also said to be necessary for spermatogenesis. This hormone is essential for modulating libido, erectile function and spermatogenesis. ടെസ്റ്റിക്കുലാർ ഈസ്ട്രജൻ ഉണ്ടാകുന്നത് സെർട്ടോളി സെൽസിൽ നിന്നും ഉണ്ടാകുന്ന ടെസ്റ്റോസ്റ്റിറോണിൽ നിന്നു തന്നെയാണ്. ഇത് സ്പെർമറ്റോജനസിസിന് ആവശ്യമായിട്ടുള്ള ഒരു ഹോർമോൺ തന്നെയാണ്. കൂടാതെ തന്നെ ലിബിഡോ മോഡുലേറ്റ് ചെയ്യുന്നതിനും എറക്റ്റൈൽ ഫങ്ഷനും സ്പെർമറ്റോജനസിസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതിൽ ടെസ്റ്റിക്കുലാർ ഈസ്ട്രജൻ ഹെൽപ്പ് ചെയ്യുന്നു. മെയിലിൽ വളരെ മൈന്യൂട്ട് ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഈസ്ട്രജൻ സെക്രീറ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സെർട്ടോളി സെൽസിൽ നിന്നും മാത്രമല്ല, ലെഡഡ് സെൽസ്, സ്പെർമറ്റോസൈറ്റ്സിൽ നിന്നുമൊക്കെ ഈസ്ട്രജൻ സെക്രീറ്റ് ചെയ്യുന്നു. Gonadal proteins. The gonadal proteins are inhibins, activins and anti-Mullerian hormone or Mullerian inhibiting substances. First one, inhibin. Inhibin is a dimeric glycoprotein secreted by Sertoli cells that suppresses follicle stimulating hormone FSH secretion from the pituitary. Two bioactive forms of inhibin exist, inhibin A and inhibin B. Observational and experimental evidences from several studies suggest that inhibins are gonadal messengers that exert a physiological negative feedback control on FSH release at pituitary gland. During increased rate of spermatogenesis, there is a simultaneous increase in inhibin secretion to act on anterior pituitary and inhibit the secretion of FSH, leading to decrease in the pace of spermatogenesis. ഇൻഹിബിൻ എന്ന് പറയുന്നത് ഒരു ഡൈമെറിക് ഗ്ലൈക്കോപ്രോട്ടീൻ ആണ്. സെർട്ടോളി സെൽസിൽ നിന്നുമാണത് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. മെയിനായിട്ടും അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്നും സെക്രീറ്റ് ചെയ്യുന്ന ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിനെ സപ്രസ് ചെയ്യുക എന്നുള്ളതാണ്. അതെങ്ങനെയാണ്? ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിനെ
ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് തന്നെയാണ് FSHൻ്റെ റിലീസിനെ സപ്രസ് ചെയ്യുന്നത്. 2 ഫോംസ് ആണുള്ളത്, ഇൻഹിബിൻ എയും ഇൻഹിബിൻ ബിയും. ഇൻഹിബിൻ ഒരു ഗൊണാഡൽ മെസ്സഞ്ചർ ആയിട്ട് ആക്ട് ചെയ്യുകയും അതിൻ്റെ ഇൻഫ്ലുവൻസ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ എക്സേർട്ട് ചെയ്ത് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെ സെക്രീഷനെ സപ്രസ് ചെയ്യുന്നു. അതൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് കൺട്രോളിൻ്റെ ഭാഗമായിട്ടാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. ഇത് എപ്പോഴാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് കൺട്രോൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, സ്പെർമറ്റോജനസിസിൻ്റെ റേറ്റ് കൂടിക്കഴിയുമ്പോൾ അത് നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി സൈമിൾട്ടേനിയസ് ആയിട്ട് തന്നെ ഇൻഹിബിൻ്റെ സെക്രീഷൻ്റെ റേറ്റും കൂടുന്നു. അത് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെ റിലീസിനെ സപ്രസ് ചെയ്യുന്നു. അതുവഴി സ്പെർമറ്റോജനസിസിൻ്റെ റേറ്റ് കുറയുകയും നോർമൽ ലെവലിൽ എത്തുകയും ചെയ്യുന്നു. ഈ പിക്ചർ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഹൈപ്പോതലാമിക് റീജിയനിൽ നിന്നും ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ റിലീസ് ചെയ്യുന്നു. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിനെ അത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അവിടെ നിന്ന് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ റിലീസ് ചെയ്യുന്നു. അതിൻ്റെ ടാർഗറ്റ് ഓർഗൻ, നമ്മൾ ടെസ്റ്റിസിനെ കുറിച്ചാണ് ഈ ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ടാർഗറ്റ് ഓർഗനായിട്ടുള്ള ടെസ്റ്റിസിൽ എൻ്റർ ചെയ്യുകയും അവിടെ നിന്നും ആക്റ്റിവിൻ റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പം ആക്റ്റിവിൻ എന്ന് പറയുന്ന ഹോർമോണും ഇൻഹിബിൻ എന്ന് പറയുന്ന ഹോർമോണും രണ്ടിനും ഒപ്പോസിങ് ആക്ഷൻ ആണുള്ളത്. ആക്റ്റിവിൻ റിലീസ് ചെയ്യുകയാണെങ്കിൽ അത് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെ റിലീസിനെ ആക്ടിവേറ്റ് ചെയ്യിക്കുന്നു. ഇൻഹിബിനാണ് റിലീസ് ചെയ്യുന്നതെങ്കിൽ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെ റിലീസിങ്ങിനെ സപ്രസ് ചെയ്യുന്നു. Activin, like inhibin, is a member of the transforming growth factor beta TGF-beta superfamily of ligands, initially identified based on their abilities to augment the gonadotropin-releasing hormone GnRH mediated release of FSH. The hormone is named activin due to its opposing effect on the functionalities of inhibin. This protein also augments erythropoietin-dependent hemoglobin production, enhances the proliferation of erythrocyte precursors from human bone marrow cells. Like inhibin, there are 2 classes of activin called activin A and activin B. ആക്റ്റിവിൻ ഇൻഹിബിനെ പോലെ തന്നെ ട്രാൻസ്ഫോമിംഗ് ഗ്രോത്ത് ഫാക്ടർ ബീറ്റ സൂപ്പർ ഫാമിലി ഓഫ് ലിഗാൻസിൽപ്പെട്ട ഒരു പ്രോട്ടീനാണ്. കൂടാതെ തന്നെ അതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ മീഡിയേറ്റ് ചെയ്തുകൊണ്ടുള്ള ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെ റിലീസിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളതാണ്. ആക്റ്റിവിനും ഇൻഹിബിനും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ രണ്ടും ഒപ്പോസിങ് ഇഫക്റ്റാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആക്റ്റിവിൻ എന്ന പേര് വന്നത്. ഇൻഹിബിന് ഒപ്പോസിങ് ആക്ഷനാണ് ആക്റ്റിവിൻ കാണിക്കുന്നത്. കൂടാതെ ബോൺ മാരോയിൽ കാണപ്പെടുന്ന എർത്രോസൈറ്റിൻ്റെ പ്രിക്കഴ്സേഴ്സിൻ്റെ പ്രൊലിഫറേഷനെ എൻഹാൻസ് ചെയ്യുന്നു. ഇൻഹിബിനെ പോലെ തന്നെ ആക്റ്റിവിനും 2 ക്ലാസസിൽ പെടുന്നു, ആക്റ്റിവിൻ എയും ആക്റ്റിവിൻ ബിയും. Activin B from the anterior pituitary has paracrine effects on gonadotropes, enhancing gonadotropin releasing hormone induced follicle stimulating hormone expression and release, while activin A augments gonadotropin releasing hormone induced luteinizing hormone production and is antagonized by testosterone. അതായത് ആക്റ്റിവിൻ ബിയുടെ ഫങ്ഷൻ എന്താണ്? അത് ഗൊണാഡോട്രോപ്സിൻ്റെ മേൽ പാരാക്രൈൻ ഫങ്ഷനാണ്, പാരാക്രൈൻ ഇഫക്റ്റാണ് അതിനുള്ളത്. ഗൊണാഡോട്രോപ്സിൻ്റെ മേൽ പാരാക്രൈൻ ഇഫക്റ്റാണ് അതിനുള്ളത്. ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ ഇൻഡ്യൂസ് ചെയ്തുകൊണ്ടുള്ള ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെ എക്സ്പ്രഷനെയാണ് അത് എൻഹാൻസ് ചെയ്യുന്നത്. എന്നാൽ ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ ഇൻഡ്യൂസ്ഡ് ലൂട്ടിനൈസിങ് ഹോർമോണിൻ്റെ പ്രൊഡക്ഷനെ എൻഹാൻസ് ചെയ്യുന്നത് ആക്റ്റിവിൻ എ ആണ്. ആക്റ്റിവിൻ എ എന്ന് പറയുന്നത് ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ ഇൻഡ്യൂസ് ചെയ്തുകൊണ്ടുള്ള ലൂട്ടിനൈസിങ് ഹോർമോണിൻ്റെ പ്രൊഡക്ഷനെയും ആക്റ്റിവിൻ ബി എന്ന് പറയുന്നത് ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ ഇൻഡ്യൂസ് ചെയ്തുകൊണ്ടുള്ള ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെ എക്സ്പ്രഷനെയാണ് എൻഹാൻസ് ചെയ്യുന്നത്. അടുത്തത് ആൻറ്റി മുള്ളേരിയൻ ഹോർമോൺ. Anti-Mullerian hormone is a dimeric glycoprotein of the transforming growth factor beta superfamily.
produced by the Sertoli cells of the testis. It induces regression of the Mullerian ducts. ആൻറ്റി മുള്ളേറിയൻ ഹോർമോൺ ഒരു ഡൈമറിക് ഗ്ലൈക്കോപ്രോട്ടീൻ ആണ്. അത് TGF ബീറ്റ സൂപ്പർ ഫാമിലിയിൽ പെടുന്ന ഒരു ഡൈമറിക് ഗ്ലൈക്കോപ്രോട്ടീൻ ആണ് ആൻറ്റി മുള്ളേറിയൻ ഹോർമോൺ. സെർട്ടോളി സെൽസിൽ നിന്നുമാണ്, ടെസ്റ്റിസിലുള്ള സെർട്ടോളി സെൽസിൽ നിന്നുമാണ് അത് സെക്രീറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഇൻഡ്യൂസസ് റിഗ്രഷൻ ഓഫ് ദ മുള്ളേറിയൻ ഡക്ട്സ്. ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. ദ ടെസ്റ്റിസ് or male gonads secrete the steroid and protein hormone, while the testicular steroid hormones are testosterone, dihydrotestosterone and estrogen. The protein hormones are inhibins, activins and anti-Mullerian hormone or Mullerian inhibiting substances. Collectively, these hormones maintain the health of the testis, ensure proper production of the sperm cells and control the entry of the sperm cells into the female reproductive tract during ejaculation. അടുത്തത് റെഗുലേഷൻ ഓഫ് റിപ്രൊഡക്റ്റീവ് ഹോർമോൺസ്. ഈ പിക്ചർ ഒന്ന് ശ്രദ്ധിക്കുക. ഗൊണഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ GnRH ഫ്രം ദ ഹൈപ്പോതലാമസ് stimulates the secretion of luteinizing hormone LH and follicle stimulating hormone FSH from the anterior pituitary. അതായത് ഹൈപ്പോതലാമസിൽ നിന്നും സെക്രീറ്റ് ചെയ്യുന്ന ഗൊണഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ എത്തുകയും ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട് ലൂട്ടനൈസിംഗ് ഹോർമോണിനെയും ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെയും സെക്രീഷനെ ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. Luteinizing hormone stimulates testosterone secretion from the interstitial cells. Interstitial cellsൽ നിന്നും ടെസ്റ്റോസ്റ്റിറോണിൻ്റെ സെക്രേഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ലൂട്ടനൈസിംഗ് ഹോർമോണാണ്. ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ സ്റ്റിമുലേറ്റ്സ് സസ്റ്റെൻഡക്കുലാർ cells of the seminiferous tubules to increase spermatogenesis and to secrete inhibin. ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് സെമിനിഫറസ് ട്യൂബ്യൂൾസിലുള്ള സബ്സ്റ്റെൻഡിക്കുലാർ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും അങ്ങനെ സ്പെർമറ്റോജനസിസിൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. സ്പെർമറ്റോജനസിസിൻ്റെ റേറ്റ് ഒരു ഹൈ ലെവലിലേക്ക് എത്തുകയാണെങ്കിൽ ഇൻഹിബിൻ സെക്രീറ്റ് ചെയ്യപ്പെടുന്നു. അത് സ്പെർമറ്റോജനസിസിനെ നോർമൽ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ്. Testosterone has a stimulatory effect on the substendicular cells of the seminiferous tubules as well as on the development of reproductive organs and secondary sexual characteristics. Testosterone has a negative feedback effect on the hypothalamus and pituitary to reduce GnRH, LH and FSH secretion. ടെസ്റ്റോസ്റ്റിറോൺ FSHൻ്റെയും LHൻ്റെയും GnRHൻ്റെയൊക്കെ സെക്രീഷനെ റെഡ്യൂസ് ചെയ്യുന്നു. ഏതെല്ലാം ഏരിയയിലാണ് അതിൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ളത്? ഹൈപ്പോതലാമസിലും പിറ്റ്യൂട്ടറിനെയും നെഗറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടാണ് ടെസ്റ്റോസ്റ്റിറോൺ GnRHൻ്റെയും LHൻ്റെയും FSHൻ്റെയും സെക്രീഷനെ റെഡ്യൂസ് ചെയ്യുന്നത്. Inhibin has a negative feedback effect on the anterior pituitary to reduce FSH secretion. അതായത് സ്പെർമറ്റോജനസിസിൻ്റെ റേറ്റ് കൂടിക്കഴിയുമ്പോഴേക്കും അവിടെ സെക്രേറ്റ് ചെയ്യപ്പെടുന്നു ഇൻഹിബിനും സെക്രേറ്റ് ചെയ്യപ്പെടുന്നു. ഇൻഹിബിൻ നെഗറ്റീവ്ലി കൺട്രോൾ ചെയ്യുന്നു ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിനെ ഫോർ ദ സപ്രഷൻ ഓഫ് ദ സെക്രേഷൻ ഓഫ് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ FSH. അങ്ങനെ സ്പെർമറ്റോജനസിസിൻ്റെ റേറ്റ് നോർമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അടുത്തത് ഡിസോർഡേഴ്സ്. First one, hypogonadism. Hypogonadism is a testicular disorder associated with low testosterone. Having testosterone levels that are too low causes a variety of problems. There are two types of hypogonadism, primary and secondary. Primary refers to a defect with the testicles and secondary involves a problem in the pituitary gland that indirectly affect testosterone production. അടുത്തത് testicular cancer. Abnormal growth of cells within the testis. The growth can disrupt normal function of one or both testes.
It is most common in young men. അടുത്തത് ക്രിപ്റ്റോർക്കിഡിസം. The failure of one or both testes to drop down into the scrotum before birth. So they remain in the abdominal space. This can harm normal development and function of the testes and lead to infertility. നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ടെസ്റ്റിസ് എന്ന് പറയുന്നത് മെയിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ്. ടെസ്റ്റിസിൽ മെയിനായിട്ട് കാണപ്പെടുന്ന ഒരു പോർഷനാണ് സെമിനിഫറസ് ട്യൂബ്യൂൾ എന്ന് പറയുന്നത്. സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന സെല്ലുകളാണ് സ്പെർമറ്റോഗോണിയ, സെർട്ടോളി സെൽസ്, അതുപോലെ തന്നെ ലേഡേഡ് സെൽസ്. സ്പെർമറ്റോഗോണിയയിൽ നിന്നുമാണ് സ്പെർമറ്റോസോവ ഫോം ചെയ്യുന്നത്. സ്പെർമറ്റോജനസിന് ആവശ്യമായിട്ടുള്ള നറിഷ്മെൻ്റ് ഒക്കെ നൽകുന്ന ഒരു നേഴ്സ് സെല്ലാണ് സെർട്ടോളി സെൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലേഡിഡ് സെൽ എന്ന് പറയുന്നത് ടെസ്റ്റോസ്റ്റിറോൺ റിലീസ് ചെയ്യുന്നത് ലേഡിഡ് സെല്ലിൽ നിന്നാണ്. ടെസ്റ്റിൽസിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് ആൻഡ്രോജൻസും അതുപോലെ തന്നെ ഗൊണാഡൽ പ്രോട്ടീൻസ്. ആൻഡ്രോജൻസ് ഏതെല്ലാമാണ്? ടെസ്റ്റോസ്റ്റിറോൺ, ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ ആൻഡ് ഈസ്ട്രജൻ. ടെസ്റ്റോസ്റ്റിറോണിൽ നിന്നാണ് ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ ഫോം ചെയ്യുന്നത്. ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ആക്റ്റീവ് ഫോമാണ് ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത്. ഈ ടെസ്റ്റോസ്റ്റിറോൺ സെക്രേറ്റ് ചെയ്യുന്ന സെല്ലാണ് ലേഡിഡ് സെല്ല്. ഈസ്ട്രജൻ സെക്രേറ്റ് ചെയ്യുന്ന സെല്ലുകളാണ് ലേഡിഡ് സെല്ല്, സ്പെർമറ്റോ സൈറ്റ്, അതുപോലെ തന്നെ സെർട്ടോളി സെൽസ്. വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ മെയിലിൽ ഈസ്ട്രജൻ സെക്രേറ്റ് ചെയ്യുന്നുള്ളൂ. അടുത്തത് ഗൊണാഡൽ പ്രോട്ടീൻസ്. ഗൊണാഡൽ പ്രോട്ടീൻസ് ഏതൊക്കെയാണ്? ഇൻഹിബിൻ, ആക്ടിവിൻ ആൻഡ് ആൻറ്റി മുള്ളേരിയൻ ഹോർമോൺസ് ഓർ മുള്ളേരിയൻ ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ്. ഇതിൽ ഇൻഹിബിൻ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെ സെക്രീഷനെ സപ്രസ് ചെയ്യുകയും ആക്ടിവിൻ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെ സെക്രീഷനെ ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇൻഹിബിനും ആക്ടിവിനും ഒപ്പോസിംഗ് ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ് ഉള്ളത്. ഇത് സ്പെർമറ്റോജനസിൻ്റെ റേറ്റ് നോർമൽ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയാണ്. റെഗുലേഷൻ ഓഫ് സ്പെർമറ്റോജനസിസ്. ഹൈപ്പോതലാമിക് റീജിയനിൽ നിന്നും സെക്രീറ്റ് ചെയ്യുന്ന ഗൊണഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിനെ ആക്ടിവേറ്റ് ചെയ്യിക്കുന്നു. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്നും ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിനെയും ലൂട്ടനൈസിംഗ് ഹോർമോണിനെയും സെക്രീറ്റ് ചെയ്യുന്നു. ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ സെർട്ടോളി സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യുകയും സ്പെർമറ്റോജനസിന് കാരണമാകുകയും ചെയ്യുന്നു. ലൂട്ടനൈസിംഗ് ഹോർമോൺ ലേഡിഡ് സെല്ലിനെ ആക്ടിവേറ്റ് ചെയ്യുകയും ടെസ്റ്റോസ്റ്റിറോണിൻ്റെ പ്രൊഡക്ഷന് കാരണമാകുകയും ചെയ്യുന്നു. ടെസ്റ്റോസ്റ്റിറോൺ സെർട്ടോളി സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യുകയും സ്പെർമറ്റോജനസിനെ സഹായിക്കുകയും ചെയ്യുന്നു. ടെസ്റ്റിസിൽ നിന്നും റിലീസ് ചെയ്യുന്ന ഇൻഹിബിനും ആക്ടിവിനും രണ്ടിനും ഒപ്പോസിംഗ് ആക്ഷനാണ് ഉള്ളത്. ഇൻഹിബിൻ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെ സെക്രീഷനെ തടയുകയും ആക്ടിവിൻ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെ സെക്രീഷനെ ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് സ്പെർമറ്റോജനസിൻ്റെ റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നു. ടെസ്റ്റോസ്റ്റിറോണും അതിൻ്റെ അളവ് കൂടിക്കഴിയുമ്പോഴേക്കും ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിനെയും ഹൈപ്പോതലാമസിനെയും നെഗറ്റീവ്ലി കൺട്രോൾ ചെയ്യുന്നു. ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു.